ഏയ് കിറ്റി, നീ എത്ര സുന്ദരിയാണ്, ക്യൂട്ടാണ്, ചാമ്പിങ് ആണ്. അതായത് നീ ഇപ്പൊ കിറ്റിയേ അല്ല. അപ്പൊ ഞാനാരാ? പ്രിറ്റിയാണ്, പ്രിറ്റി പ്രിറ്റി. ഫ്ലവർ ഫ്ലവർ ഫോർ യു. കിറ്റി, ഞാനേ ഇപ്പൊ സ്കൂട്ടർ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പിന്നീട് സംസാരിക്കാം. ഹണി, ഞാനൊരു കാര്യം പറയട്ടെ? അയ്യോ, വെള്ളം താഴെ പോയി. കിറ്റി, ആ ബക്കറ്റിൽ വെള്ളം നിറച്ച് തരാമോ പ്ലീസ്? ഞാനിവിടെ നനഞ്ഞു കുളിച്ചിരിക്കുക. നിനക്ക് വെള്ളത്തിന്റെ ചിന്തയാണല്ലേ? വെള്ളമില്ലാതെ ഇതിന്റെ മുകളിലുള്ള അഴുക്ക് മുഴുവൻ ഉടച്ചു കളയാൻ പറ്റില്ലല്ലോ. ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേക്ക്. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാൻ കിറ്റി. മേഡം എന്നോട് ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കണമെന്ന് ഇന്ന് പറഞ്ഞിട്ടാ പോയത്. അയ്യോ കിറ്റി, നീയോ? സോറി, ഞാൻ ഈ ബെഡ് ഒന്ന് ഉണക്കിയെടുക്കുമായിരുന്നു. അതിന്റെ കാര്യമൊക്കെ ഇവിടെ ഇന്ന് നമുക്ക്. ശരി ശരി, നമുക്ക് പിന്നീട് സംസാരിക്കാം. അയ്യോ, ഇവൾക്കെന്താ ഈ പറ്റിയേ? ആഹാ, അല്ല, ആരാ ഇത്? കിറ്റിയോ? സുഖമാണോ? കൊള്ളാലോ. നിനക്ക് സംസാരിക്കാനുള്ള സമയമൊക്കെ ഉണ്ടോ? സമയം ആരുടെയും കയ്യിൽ ഉണ്ടാവാറില്ല കിറ്റി. നമ്മൾ സമയം ഉണ്ടാക്കാറാണ് പതിവ്. എപ്പോഴും ആവശ്യമില്ലാതെ ഇങ്ങനെ സാഹിത്യം പറഞ്ഞോണ്ട് നടന്നോളൂ. അയ്യോ, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ എപ്പോഴും കുറച്ച് സാഹിത്യം വിളമ്പിയിട്ടേ പോകാറുള്ളൂ. ഇതിപ്പോ ഫ്രീ ആയിട്ട് വിളമ്പതാണോ അതോ ഇതിന് വല്ല കാശും കിട്ടോ? കിറ്റിക്ക് ഇന്ന് എന്താ എത്ര ചൂട്? എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? നിങ്ങളല്ലേ ഡോക്ടർ ബാലുവിന്റെ വീട് പെയിന്റ് അടിച്ചു കൊടുക്കാന്ന് വാക്ക് കൊടുത്തത്? എന്നിട്ട് ഞാൻ ഓൺലൈനിൽ നിങ്ങൾക്ക് വേണ്ടി പെയിന്റ് ബ്രഷ് ഓർഡർ ചെയ്തു. ഇവിടെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ? ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ഒന്നുമില്ല. ഇന്ന് മുതൽ നിങ്ങളോടുള്ള കൂട്ടുകെട്ട് ഞാൻ നിർത്തി. ഞാൻ പോവാ. ഇവരെയൊക്കെ സഹായിക്കാൻ വന്ന എന്നോട് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. ഹണി, ബണി, സോർദാറേ, ഹൃദയം വളരെ സോഫ്റ്റ് ആണ് കൂട്ടുകാരെ. അതുകൊണ്ട് ആരുടെയും ഹൃദയം നമ്മൾ തകർക്കാൻ പാടില്ല. ഇതിന് മാത്രം എന്ത് പണിയാ നിങ്ങൾ ഒപ്പിച്ചെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്താ മുകളിൽ വൃത്തിയാക്കുമായിരുന്നു, സോർദാറാണെങ്കിൽ സ്കൂട്ടർ നന്നാക്കുമായിരുന്നു, ബണ്ണി ബെഡൊക്കെ തട്ടി കൊടയുമായിരുന്നു. ഇപ്പൊ നീ നിന്റെ ഒന്നിനും കൊള്ളാത്ത സാഹിത്യം എഴുന്നള്ളിച്ചു. അടിച്ചു പൊളിച്ചു തിമിർത്തു. എടാ കഴുത, കിറ്റി എന്തിനാ കരഞ്ഞോടിയെന്നാ ഞാൻ ചോദിച്ചത്. അവളെ ഞാൻ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു. എന്താണെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്. ഇന്നത്തോടെ നമ്മളുമായിട്ട് ഒരു കൂട്ടുമില്ലെന്ന് അവള് പറഞ്ഞു. സംശയമുണ്ടോ? അയ്യോ, അതിനിപ്പോ എന്താ ഉണ്ടായത്? അവള് നമുക്ക് വേണ്ടി ഓൺലൈനിലെ ബ്രഷും പെയിന്റും ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. അവൾ അത് പറയാൻ വേണ്ടിയാ വന്നത്. നിങ്ങളാണെങ്കിൽ അതൊന്നും കേട്ടതുമില്ല. എന്റെ അമ്മോ, നാളെ ബാലുവിന്റെ വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പെയിന്റും ബ്രഷും കൊണ്ട് പെയിന്റ് ചെയ്യണമായിരുന്നു. അതാണെങ്കിൽ ഓൺലൈനിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അഥവാ നമ്മൾ ഓർഡർ ചെയ്താലും അതിവിടെ എത്താൻ 4-5 ദിവസം എടുക്കും. പക്ഷെ ആ വീട് നമുക്ക് ഇന്ന് തന്നെ പെയിന്റ് ചെയ്യണം. കൂടെ കിറ്റിയുടെ പിണക്കവും മാറ്റണം. നീ പറഞ്ഞു ശരിയാ. വാ, പോയി നമുക്ക് കിറ്റിയുടെ പിണക്കം മാറ്റാം. മിഷൻ കിറ്റിയുടെ പിണക്കം മാറ്റൽ ഇപ്പോഴിതാ സ്റ്റാർട്ട് ആവുന്നു. നിങ്ങളായിരുന്നോ? ഇതെന്താ സ്പീഡ് ബ്രേക്കറെ പോലെ നിൽക്കുന്നത്? സാറ് വഴി നിന്ന് മാറിയേ. ഞങ്ങൾക്ക് ഇപ്പൊ കാണേണ്ടത് കിറ്റിയാ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഭക്ഷ്യവിളയിൽ പോയപ്പോ കഴിച്ചു ഒരു കൂട്. കിറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങളാരെ അകത്തേക്ക് കയറ്റരുതെന്നാണ്. ഇതിപ്പോ കൈ അടിക്കേണ്ട കാര്യമാണോ? ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടുകെട്ട് പെരുവഴിയിലായിരിക്കുക. അതിനിടയ്ക്കാണ് സാർ ഹനുമാനെ പോലെ വഴി തടയുന്നത്. സംശയമുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഞാൻ യൂട്യൂബിൽ കണ്ട സിനിമയാണ് മുല്ല. വീട്ടിനകത്ത് കയറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കന്നാ സാറേ, താങ്കൾ സുന്ദരനാണ്, സുമുഖനാണ്, നല്ലൊരു മനുഷ്യനാണ്, ഈ സിറ്റിയുടെ അഭിമാനമാണ്. സത്യത്തിൽ അങ്ങ് ഒരു കന്നേ അല്ല. പിന്നെ നിനക്കെന്താ ഖുറാനാണെന്നാണോ തോന്നുന്നത്? അയ്യോ അല്ലല്ല, താങ്കൾ ഞങ്ങളുടെ സ്നേഹനിധിയായ കന്നയാണ്. സാർ ഞങ്ങളെ ചായ കുടിക്കാൻ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? പിള്ളേരെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഐസ്ക്രീം വാനില. പോകാം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എടോ, ശരിക്കും കഴിക്കാന്നല്ല പറഞ്ഞ, ഇത് കവിതയാണ്. മുഴുവൻ കേക്ക്. നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഐസ്ക്രീം വാനില. നിങ്ങളുടെ അടവുകളൊന്നും എന്റെ അടുത്ത് നടക്കില്ല. കൊച്ചളിയ, അഥവാ നമുക്ക് വളഞ്ഞ വഴിക്ക് കാര്യം സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നേർവഴിക്ക് തന്നെ പോകേണ്ടി വരും. ആഹാ, അടിപൊളി. പഴമക്കാരെല്ലാം പൊറുക്കണേ. ഇനിയിപ്പൊ പഴഞ്ചൊല്ലുകളുടെ എല്ലാം ഗതി അധോഗതിയാകാൻ പോവുകയാണ്. ഇത് പഴഞ്ചൊല്ലല്ല, ഐഡിയയാണ്. ദാ കണ്ടോ?
അയ്യോ ആരെങ്കിലും ഓടി വരണേ ഇയാള് എന്നെ ചിരിപ്പിച്ച് കൊല്ലുന്നേ മര്യാദക്ക് ഇവിടെ നിൽക്കി ഇതെന്റെ വാണിംഗ് ആണ് കിറ്റി എടാ കിറ്റി ഈ റൂമിലൊന്നും ഇല്ല. കിറ്റിയെ നമ്മൾ കാണാനുള്ള സമയമായിട്ടില്ല. പിന്നെ സമയമാണെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. സംശയമുണ്ടോ? ശരിയാണ്, എനിക്ക് ബനാന ഷേക്കിന്റെ മണം കിട്ടുന്നുണ്ട്. എടാ നമ്മൾ കിറ്റിയുടെ പിണക്കവും മാറ്റി സാധനം കൊണ്ട് പോകാനാ വന്നത്, അല്ലാതെ തിന്നാനും കുടിക്കാനും അല്ല. എന്റെ വീടിന്റെ പുറകിലായിട്ട് വലിയ പുല്ലാ. വെറുതെ അന്വേഷിച്ച സമയം കളയണ്ട. കിറ്റി ഇവിടെ ഇല്ല. അഥവാ കിറ്റി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് തടയാൻ ശ്രമിച്ചത്? കാരണം കിറ്റി എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളെ വീട്ടിൽ കയറ്റരുതെന്ന്. ശരി, കിറ്റി ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ കത്തിങ്ങി തന്നേരെ, ഞങ്ങൾ പൊയ്ക്കോളാം. അവൾ എല്ലാ സാധനങ്ങളും അലമാരയിൽ വെച്ച് പൂട്ടിയിട്ടാ പോയിരിക്കുന്നത്. എന്റെ കൂട്ടുകാരെ, കിറ്റി വല്ലാത്ത ദേഷ്യത്തിലാന്നാ തോന്നുന്നത്. അതിരിക്കട്ടെ, കിറ്റി എവിടെ ഈ പോയത്? അത് പിന്നെ അവള് ആരോട് പറയലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ സാറ് ഞങ്ങളുടെ ഇതേ അവസ്ഥയിലായിരിക്കും. ഒരിക്കൽ സാറിനെ ഇങ്ങനെ ആരും ഇടിക്കും, ചവിട്ടി സാറ് ജോയിൻ ചെയ്ത ബാങ്ക് അവർ കൊള്ളയടിക്കും. ആ സമയത്ത് സാർ ഞങ്ങളെ ഓർക്കും. സാറിനെ ഞങ്ങൾ രക്ഷിക്കും. സാറിന്റെ പണം ഞങ്ങൾ തിരിച്ചു തരും. ആ സമയത്ത് ഞങ്ങൾ സാറിനെ സഹായിക്കും. താങ്ക് യു കുട്ടികളെ, താങ്ക് യു. വെൽക്കം. അപ്പൊ അന്നത്തെ സഹായത്തിന് വേണ്ടി സാർ ഇപ്പൊ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എങ്കിൽ പറയൂ, കിറ്റി എവിടെയുണ്ട്? മാളില് പോയിരിക്കുക. ഇന്ന് താങ്കൾ ഒരു നന്മയുടെ മരം നട്ടു. അതിന്റെ ഫലം അധികം വൈകാതെ സാറിന് കിട്ടുകയും ചെയ്യും. എടാ പോപ്പട്ടെ, നീ സാഹിത്യം വിളമ്പിയതൊക്കെ മതി. ഇന്ന് ഡോക്ടർ ബാലുവിന്റെ വീട് പെയിന്റ് അടിച്ചില്ലെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ കൈയും കാലും കെട്ടിപ്പൂട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. നമ്മുടെ കിറ്റീനെ ഇവിടെ കാണുന്നില്ലല്ലോ. നമുക്ക് അവിടെ പോയി നോക്കാം. ദാ നിൽക്കുന്നു കിറ്റി, വേഗം വാ. ചേട്ടാ, ആ ഡ്രസ് എന്റെ സൈസിന് കിട്ടുമോ? ഇല്ല മാഡം. കിറ്റി, അത് പിന്നെ ഞങ്ങൾക്ക് ഒരു 2 മിനിറ്റ് പാപ്പ, എന്റെ ഈ ഷോപ്പിംഗ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഓക്കെ? കൂട്ടുകാരെ, കൂട്ടുകാർ അല്പം പിണക്കത്തിലാണെങ്കിൽ അവർക്ക് കൂളായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് കൂളാക്കാം. അതൊന്ന് കാണിക്കാമോ? കിറ്റി, സോറി, അത് പിന്നെ ഞാൻ കിറ്റി ഇപ്പൊ കണ്ടു കഴിഞ്ഞാ ഒരു കൊമ്പുള്ള പശുവാണെന്നേ തോന്നുള്ളൂ. ഇപ്പൊ നിന്നെ കാണാനേ ഒരു ചെവിയുള്ള കഴുതിയാണെന്നേ തോന്നത്തുള്ളൂ. ഞാൻ വൃത്തിയാക്കി തരാം. സോറി കിറ്റി, പറയുന്ന കേക്ക്. ആ സാധനങ്ങൾ. എക്സ്ക്യൂസ് മീ, ഞാൻ വാഷ്റൂമിൽ പോയി മുഖം കഴുകിട്ട് വരാം. നമുക്കാണെങ്കിൽ ടൈം കുറവാണ്. കിറ്റി ആണെങ്കിൽ ഇപ്പൊ ടൈം വേസ്റ്റ് ചെയ്യുവാണ്. ന്യൂനമർദ്ദം വരുന്ന സമയത്ത് കടലിലെ വെള്ളം വല്ലാതങ്ങ് പൊങ്ങി വരാറുണ്ട്. സംശയമുണ്ടോ? അല്ല, ഇവിടെ നിന്നുകൊണ്ട് നീ എങ്ങനെയാ കടലിലെ വെള്ളം പൊങ്ങുന്നത് കണ്ടത്? കിറ്റി വല്ലാത്ത ദേഷ്യത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. ഫുഡ് കോർട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ ആലോചിക്കാം. വന്നു. എന്താ ഐഡിയ ആണോ? അല്ല, ഊത്തപ്പത്തിന്റെ നല്ല മണം. എടാ നിക്ക്, ആദ്യം നമുക്ക് കിറ്റിയുടെ പിണക്കം മാറ്റണം. അവൻ പോകട്ടെ, നമുക്ക് വിളിക്കണ്ട. കിറ്റിയുടെ പിണക്കം മാറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണെന്ന് വെച്ച വേഗം ചെയ്യാൻ നോക്ക്. നമ്മളുടെ കയ്യിൽ അധികം സമയമില്ല. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല വെല്ലുവിളിയാ. 5 മിനിറ്റിനുള്ളിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ടാവും. ഇനി മണ്ണിയുടെ മാജിക് കണ്ടോ? ഏയ് കിറ്റി, നീ എത്ര സുന്ദരിയാണ്, ക്യൂട്ടാണ്, ചാമ്പിങ് ആണ്. അതായത് നീ ഇപ്പൊ കിറ്റിയേ അല്ല.
പ്രിറ്റിയാണ് പ്രിറ്റി ഫ്ലവർ ഫോർ യു. എടാ ഒന്ന് നിക്ക്. ദാ, വൃത്തികേട് കാണിക്കരുത്. കാല് തൂറാ. അയ്യോ. തനിക്ക് കോൾഡ് കോഫി കുടിച്ചുകൂടായിരുന്നു. ഈ ടെഡി ബെയർ കൊള്ളാം, നോക്കിക്കേ. ചേട്ടാ ഒരു നല്ല ടെടി എടുത്ത് കാണിക്കാമോ? കിറ്റി, ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വീണ് കൈയും കാലും മുറിഞ്ഞു. നീ ഇപ്പൊ ടെടി മേടിക്കുകയാണോ? നിങ്ങൾക്ക് അറിയാമോ എന്റെ വായിക്കാതെ എത്രമാത്രം പോപ്കോൺ പോയെന്ന്? ഇപ്പൊ എനിക്കാണെങ്കിൽ വാ പോലും തുറക്കാൻ കഴിയുന്നില്ല. ഭാഗ്യത്തിനാ ഇപ്പൊ ഞങ്ങളുടെ കൈയും കാലും ഓടിയാതെ രക്ഷപ്പെട്ടത്. ചിലപ്പോ പറയാൻ പറ്റില്ല, ഏതെങ്കിലുമൊക്കെ എല്ലുകൾ ഒടിഞ്ഞും കാണും. സംശയമുണ്ടോ? നീ എന്തിനാ ഞങ്ങളെ ഒഴിവാക്കുന്നേ? ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാണ്. നിനക്കറിയാവോ, നീ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നില്ലെങ്കിൽ ഡോക്ടർ ബാലു പറഞ്ഞ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? മിണ്ടരുത്. നിങ്ങൾ ഈ ചെയ്തതുപോലെ ഒരു കൂട്ടുകാരും ഒരിക്കലും ചെയ്തു കാണില്ല. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എല്ലാവരും എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്താ, നീ ഞങ്ങളുടെ കൂട്ടുകാരിയല്ലേ? പിന്നെന്തിനാ ഞങ്ങൾ നിന്നെ ഒഴിവാക്കുന്നത്? എന്തിനാ ഒഴിവാക്കുന്നല്ല, നിങ്ങൾ ഒഴിവാക്കി. ഡോക്ടർ ബാലുവിന്റെ വീട് പെയിന്റ് അടിച്ചു കൊടുക്കാമെന്ന് നിങ്ങളാ വാക്ക് കൊടുത്തേ. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. രാവിലെ വീട്ടിലും വന്നു. എന്നാൽ ആ സമയത്ത് എന്റെ വാക്കുകൾ കേൾക്കുന്നതിന് പകരം നിങ്ങൾ എന്നെ ഒഴിവാക്കുകയായിരുന്നു. അയ്യോ, ആ സമയത്ത് ഞങ്ങൾ ജോലിയിലായിരുന്നു. നിന്നെ ഒഴിവാക്കിയെന്നാണോ നീ കരുതിയത്? സ്വന്തം കൂട്ടുകാരോട് സംസാരിക്കാൻ പോലും പറ്റാത്ത എന്ത് തിരക്കാ നിങ്ങൾക്കുള്ളത്? ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ട്, അതാ ഞാൻ ഒഴിവാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആ വിഷമം ശരിക്കും മനസ്സിലായോ? ഇത് നിങ്ങളെ മനസ്സിലാക്കാനാ ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. കൂട്ടുകാരാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും ശ്രമിക്കണം. We are sorry, Kitty. ഇറ്റ്സ് ഓക്കെ. ഞങ്ങളെല്ലാം പഠിച്ചു കിട്ടി. പ്ലീസ് ഇനിയെങ്കിലും ഞങ്ങൾക്ക് ആ സാധനങ്ങൾ തരൂ. സാധനമൊക്കെ ഞാൻ നേരത്തെ തന്നെ ഡോക്ടർ ബാലുവിന്റെ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞു. അതെ, നിങ്ങൾക്ക് പറഞ്ഞ വാക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ആ വാക്ക് ഓർമ്മയുണ്ട്. ഇതിനെയാണ് പഴമക്കാർ പറയുന്നത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. സംശയമുണ്ടോ? താങ്ക് യു കിറ്റി, ഞങ്ങൾക്ക് നീ പറഞ്ഞ മനസ്സിലായി. ഇനി കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും സമയം കണ്ടെത്തും, പ്രത്യേകിച്ച് നിനക്ക് വേണ്ടി. ഗുഡ്, എങ്കിൽ വാ നമുക്ക് ദോശ കഴിക്കാം. ആ വരൂ. എന്റെ പൊന്നോ, ഇപ്പൊ വേണ്ട. ഡോക്ടർ ബാലു കിടന്ന് ചാടുന്നുണ്ടാവും. വേണ്ട വേണ്ട, ആദ്യം നമുക്ക് ദോശ കഴിക്കാം, പിന്നീട് പെയിന്റിംഗ് ചെയ്യാലോ. ഓക്കെ, പിന്നെ പെയിന്റ് ചെയ്യാൻ ഞാനും നിങ്ങളെ സഹായിക്കാം. ഏയ്.